ISRO ചാർ കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി നിശ്ചയിക്കാൻ ജസ്റ്റിസ് DK ജെയിൻ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉടൻ നോട്ടീസ് അയക്കും. നബിനാരനെതിരായ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ CB മാത്യൂസ്, KK ജോഷ, S വിജയൻ എന്നിവരുടെ വിശദീകരണം തേടിയാണ് നോട്ടീസ് അയക്കുക. ഏതാനും അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ ഇനി ലഭിക്കാനുള്ളൂ. കേന്ദ്ര സർക്കാർ അത് ലഭ്യമാക്കിയാൽ ഉടൻ സിറ്റിംഗ് തുടങ്ങുമെന്ന് കമ്മിറ്റി ഉന്നത വൃത്തങ്ങൾ ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീ നമ്പിനാരായണൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീ നമ്പിനാരായണൻ, ഒരു പക്ഷേ താങ്കൾക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നോ എന്നറിയില്ല, ഈ രീതിയിലുള്ള വളരെ വേഗത്തിലുള്ള ഒരു നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ ഇതാ പോകുന്നു. ISRO ചാർ കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി നിശ്ചയിക്കാൻ ജസ്റ്റിസ് DK ജെയിൻ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. വീഴ്ച വരുത്തിയവർക്കെതിരെ വിശദീകരണം തേടിക്കൊണ്ട് നോട്ടീസ് അയക്കുന്നു. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആദ്യം ശ്രീ നമ്പിനാരായണൻ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ടെലിഫോൺ ലൈൻ കട്ടായ അദ്ദേഹത്തെ ടെലിഫോണിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവരങ്ങളുമായി കൃഷ്ണൻ ദില്ലിയിൽ നിന്ന് ചേർന്നു. ഉണ്ണി, കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഏത് രീതിയിലുള്ള നിയമ നടപടികൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്? അപർണ, സെപ്റ്റംബർ 14 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DK ജെയിൻ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്. സെപ്റ്റംബർ 14 അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ISRO ചാരക്കേസിൽ നമ്പിനാരായണനെ കുടുക്കിയതാണ്. കേരള പോലീസിന്റെ നടപടി അദ്ദേഹത്തിന് വലിയ രീതിയിൽ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ തന്നെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ന് വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരായ CB മാത്യൂസ്, KK ജോഷ, വിജയൻ എന്നിവർക്കെതിരെ തുടർ നടപടി നിശ്ചയിക്കുന്നതിനായി ജസ്റ്റിസ് DK ജെയിൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നത്. സുപ്രീം കോടതിയിലെ തന്നെ റിട്ടയർഡ് ജഡ്ജിയായ ജസ്റ്റിസ് DK ജെയിന്റെ നേതൃത്വത്തിൽ 3-അംഗ സമിതിയാണ് പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്. സമിതിയുടെ പ്രവർത്തനം തുടങ്ങാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് സമിതി ഉന്നത വൃത്തങ്ങൾ ന്യൂസ് 18നോട് അറിയിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് DK ജെയിന് പുറമെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി മുൻ ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥൻ BK പ്രസാദ്, ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി IAS ഉദ്യോഗസ്ഥനായ VS സെന്തിൽ എന്നിവരാണ് ഉള്ളത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഞാൻ തിരികെ വരാം. ഇപ്പോൾ ശ്രീ നമ്പിനാരായണൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീ നമ്പിനാരായണൻ, സെപ്റ്റംബർ 14 വന്ന കോടതി വിധി 4 മാസത്തിനിപ്പുറത്തേക്ക് നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുന്നു. നീതി ഇനിയും താങ്കൾക്ക് ലഭിക്കാനുള്ള നീതി പടിവാതിലുകൾ എത്തി നിൽക്കുന്നു എന്ന് പ്രതീക്ഷിക്കാമോ? എങ്ങനെയാണ് പ്രതികരണം? നല്ല ന്യൂസാണ്. അവരുടെ ഇനിഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് ചിലപ്പം ഈ 4 മാസം എടുത്തതായിരിക്കാം. അപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം. ഇനി അവരുടെ പണി തുടങ്ങും. ചിലപ്പോൾ അവിടെ ആളുകളെ വിളിക്കായിരിക്കും, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരികയായിരിക്കും. എന്തായാലും കമ്മിറ്റിയുടെ പണി വെരി ഗുഡ്, വെരി നൈസ്. ഐ എം വെരി ഹാപ്പി. കേരളത്തിലും സിറ്റിംഗ് നടത്തുന്ന കാര്യമൊക്കെ പരിഗണനയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത്. താങ്കൾ ആ രീതിയിലുള്ള ഏതെങ്കിലും ആഗ്രഹങ്ങൾ താങ്കൾ വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശമായിട്ട് ഇപ്പോൾ പ്രതികരിക്കാനുണ്ടോ? അല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് ഒരു ന്യൂസും ഇല്ല. പിന്നെ ഒരു കമ്മിറ്റി ഉണ്ടായി എന്നുള്ളത് അറിയാം, 2 നോമിനേഷനും അറിയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നതാണ്. പക്ഷെ അത് ന്യായമായിട്ട് ചിലപ്പം ആ കമ്മിറ്റിയിൽ 3 പേരിലേ ഉള്ളൂ. ചിലപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കേണ്ടി വന്നാൽ അതിന് പകരം അവർ ഇങ്ങോട്ട് വരുന്നതായിരിക്കുമല്ലോ ബുദ്ധി. ചെലവും കുറയും, സമയവും പെട്ടെന്ന് തീരും. അത് അവർക്ക് ഐ തിങ്ക് ഇത് അസംഷൻ, എനിക്കറിയില്ല. സമയം കിട്ടുന്നതനുസരിച്ച് ഏതാണ് ബുദ്ധി അതുപോലെ ചെയ്യുന്നതാണ് എന്റെ ഉദ്ദേശം. ശ്രീ നമ്പിനാരായണൻ, ഒറ്റ ചോദ്യം കൂടി. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളാണ് വരുന്നത്. ഇതിന് പിറകിലുള്ള രാഷ്ട്രീയ കളികൾ ഇപ്പോഴും കേരളത്തിലെ ജനതയ്ക്ക് അറിയുകയില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത്. അത്തരം കാര്യങ്ങളിൽ കൂടെ വെളിച്ചം വീഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? അല്ല, എനിക്ക് അതാണ് ആഗ്രഹം. ഇവർ എഗൻസ്റ്റ് ആയിട്ട് 3 പേര് മാത്രമല്ലല്ലോ, ഈ 3 പേരുടെ പറച്ചിലും ഇൻപുട്ട് വെച്ചിട്ട് ബാക്കി ഉള്ള ആളുകളും കൂടെ വരും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനു വേണ്ടിയാണല്ലോ ഈ ഇൻവെസ്റ്റിഗേഷൻ. ഇവർ 3 പേര് മാത്രമല്ലല്ലോ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളവർ പലരും ഉണ്ട്. ഇപ്പൊ ഇവർ തന്നെ വേറൊരാളുടെ പേര് പറയുകയാണെങ്കിൽ അവരെയും വിളിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായം പലരും വരും ഇതിനകത്ത്. ഇമ്പോർട്ടന്റ് മാറ്റർ ഈസ് വാട്ട് വാസ് ദ മോട്ടീവ് ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം. അത് കിട്ടിയാൽ നമുക്ക് അതിനുള്ള കാരണം മനസ്സിലാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ.
ഒറ്റ ചോദ്യം കൂടി ശ്രീ നമിതാരായണൻ, അതായത് 4 മാസത്തിനിപ്പുറത്തേക്കാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി പ്രവർത്തനം തുടങ്ങുന്നത്. സാധാരണ താങ്കൾക്ക് തന്നെ അറിയാം, എത്രയോ ആണ്ടുകൾക്ക് ശേഷമാണ് ഒരു നീതി ന്യായവും നിയമ നടപടികളും എല്ലാം മുന്നിൽ വരിക, അതിന് അത്രയും സമയമെടുക്കുക എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു കമ്മിറ്റി പ്രവർത്തനം തുടങ്ങുമ്പോൾ അതിൽ പിന്നെ ഒരു ലാപ്സ് ഉണ്ടാവുകയില്ല, വിട്ടുവീഴ്ചകൾ ഉണ്ടാവുകയില്ല, കൃത്യമായ രീതിയിൽ നീതിയും നിയമവും അതിന്റെ വഴിക്ക് പോകും, അങ്ങനെ പ്രതീക്ഷിക്കാമോ? അല്ല, ഞാൻ ആൽവേസ് ആൻ ഓപ്റ്റിമിസ്റ്റ്. എല്ലാ കാര്യത്തിലും ഈ കേസ് 24 വർഷം ഫൈറ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഒരു ഓപ്റ്റിമിസമാണ് എനിക്ക് ഒരു ഗൈഡിങ് ഫാക്ടർ. ഐ ആൾവേസ് ബിലീവ് ദാറ്റ് നടക്കേണ്ട കാര്യം നടക്കും, നല്ല കാര്യം നല്ല രീതിയിൽ നടക്കും എന്നുള്ള ഒരു ഹോപ്പാണ്. പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഒരാളാണ് ഞാൻ. ഇതിലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ട്. ആ കമ്മിറ്റി വരും, കമ്മിറ്റി എൻക്വയറി ചെയ്യും, കമ്മിറ്റി കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, കമ്മിറ്റി നല്ല കാര്യങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് ആരൊക്കെ കുറ്റക്കാരോ അവരെ ശിക്ഷിക്കും എന്നുള്ള ഹോപ്പ് കാരണമാണ് ഞാൻ. വളരെ നന്ദി ശ്രീ നമിതാരായണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചതിന്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇതിനെ കാണുന്നത് എന്നും അതോടൊപ്പം തന്നെ കൂടുതൽ കേസിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശും എന്നുമാണ് തന്റെ പ്രതീക്ഷയെന്നും നമിതാരായണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നു. ദില്ലിയിൽ നിന്ന് വീണ്ടും എം ഉണ്ണികൃഷ്ണനിലേക്ക്. ഉണ്ണി, ഈ വിഷയത്തിനകത്ത് വേണമെങ്കിൽ കേരളത്തിന് സിറ്റിംഗ് നടത്തുന്ന കാര്യം പരിഗണനയിലാണ്, മുതലായ വിശദാംശങ്ങളും വരുന്നു. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഏതാനും അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഇനി ഈ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിനായി ഒരുങ്ങാനുള്ളത്. ഈ കമ്മിറ്റി നിയമിക്കണമെന്ന് സെപ്റ്റംബർ 14-ാം തീയതി സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ ഉത്തരവിറക്കുകയും മറ്റും ചെയ്യേണ്ടിയിരുന്നത്. ആ നടപടികൾ പൂർത്തിയാക്കി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതിക്ക് കൃത്യമായി രൂപം നൽകുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന BK പ്രസാദാണ് കേന്ദ്രത്തിന്റെ പ്രതിനിധിയായുള്ള മുൻ IAS ഉദ്യോഗസ്ഥനായി ഈ സമിതിയിൽ അംഗമാകുന്നത്. VS സെന്തിൽ, സംസ്ഥാനത്തിന്റെ ചീഫ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന VS സെന്തിലാണ് സംസ്ഥാന പ്രതിനിധിയായി സമിതിയിൽ ഉൾപ്പെടുന്നത്. അതിനു പുറമെ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് DK ജെയിനാണ് സമിതിയുടെ അധ്യക്ഷൻ. ഇവർ 3 പേരും കൂടി പ്രാഥമികമായ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. അതിനുശേഷം ഇനിയിപ്പോൾ സമിതിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടതുള്ളത്. ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലാണ് സമിതിക്ക് വേണ്ടിയുള്ള ഓഫീസ് അനുവദിച്ചിട്ടുള്ളത്. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുങ്ങുന്ന മുറയ്ക്ക് ഏതുകൊണ്ട് 1-2 ആഴ്ചക്കകം തന്നെ അതെല്ലാം ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് സമിതിയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നമിതാരായണൻ അഭിഭാഷകൻ സി ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സി ഉണ്ണികൃഷ്ണൻ, ഏറെ പ്രതീക്ഷാപരമായിട്ടാണ് ഇതിനെ ഉറ്റുനോക്കുന്നത് എന്നാണ് ശ്രീ നമിതാരായണൻ അല്പം മുൻപ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. നിയമപരമായിട്ട് താങ്കൾ ഇതിനെ കാണുന്ന എത്രത്തോളം പോസിറ്റീവായിട്ട് കൂടിയാണ് താങ്കൾ കാണുന്നത് ഈ പുതിയ വാർത്തയെ? തീർച്ചയായിട്ടും ഇത് സുപ്രീം കോടതിയുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇന്റർഫിയറൻസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കാര്യം നമ്പിനാരായണന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കള്ളക്കേസിലാണ്. ചാരക്കേസ് എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കേറ്റഡ് കള്ളക്കേസാണ്. ആ കള്ളക്കേസിനകത്ത് കുടുക്കി, എന്തിനു കുടുക്കി, എന്താണ് അതിന്റെ മോട്ടീവ്? ആ ഉദ്യോഗസ്ഥന്മാരാണ്, കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരും IB ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനൊരു കള്ളക്കേസ് ഉണ്ടാക്കുന്നത്. അതില് ആ കേസ് ഡയറി എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും, ക്രയോജനിക് എൻജിൻ ഡെവലപ്മെന്റിന്, ക്രയോജനിക് ടെക്നോളജി ഡെവലപ്മെന്റിനുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പ്രതികളാക്കത്തക്ക രീതിയിലാണ് അവരുടെ ആ CD-യിലായിട്ട് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോ ഈ ക്രയോജനിക് എൻജിൻ നമ്മൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യരുത് എന്നുള്ള ഒരു പ്രത്യേക അജണ്ട ആർക്കോ ഉണ്ടായിരുന്നു. ആ അജണ്ടയ്ക്കൊപ്പം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരായിരിക്കാം ഇതാണ് ഞങ്ങളുടെ സംശയം. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ CBI 96 കൊടുത്ത റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാര് ഒരു കാരണവശാലും ഇങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CBI റെക്കമെൻഡ് ചെയ്തിട്ട് പോലും ആരും നടപടിയെടുത്തില്ല. അതിനെതിരെയാണ് നമ്പിനാരായണൻ സുപ്രീം കോടതി വരെ എത്തിയത്. സുപ്രീം കോടതി പറഞ്ഞു, നടപടി എടുക്കണം എന്നുള്ളതിനകത്ത് മാറ്റമൊന്നുമില്ല. ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് കൃത്യമായിട്ട് പറഞ്ഞു, നടപടി എടുത്തില്ലെങ്കിൽ നമ്പിനാരായണനെ പോലെ നിരപരാധിയായ ഒരു ഉദ്യോഗസ്ഥന്, ഒരു ശാസ്ത്രജ്ഞന് ഒരിക്കലും നീതി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ നോക്കി സുപ്രീം കോടതിക്ക് എന്ത് നടപടി വേണമെന്ന് നോക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഒരു കമ്മിറ്റിയെ തന്നെ രൂപീകരിച്ചിട്ട് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് കഥകളുള്ളത്, ഗൂഢാലോചനയുണ്ടോ, ഇത് എന്തിന് ഈ കള്ളക്കേസ് ഈ നമ്പിനാരായണനെ ഉൾപ്പെടുത്തി ഉണ്ടാക്കി, അദ്ദേഹം ക്രയോജനിക് ഡെവലപ്മെന്റിൽ ഇരുന്നപ്പോ അത് അറസ്റ്റ് ഉണ്ടായത് കൊണ്ട് മാത്രം 15 കൊല്ലം ഇന്ത്യ പിന്നോക്കം പോയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ, അത് ക്രിമിനൽ ശിക്ഷയായ ഇന്ത്യൻ പീനൽ കോഡിലുള്ള ശിക്ഷയാകാം,
പിന്നെ സാമ്പത്തികമായിട്ടുള്ള ശിക്ഷയാകാം, ഏത് ശിക്ഷ കൊടുക്കണം, ജയിലിൽ അടയ്ക്കണോ വേണ്ടയോ, അതിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ടാണ് ഈ പുതിയ സമിതി വരുന്നത്. വളരെ നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചതിന്. നമ്പിനാരായണന്റെ അഭിഭാഷകനായിരുന്നു ന്യൂസ് 8നോട് പ്രതികരിച്ചത്. ISRO ചാരക്കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി നിശ്ചയിക്കാൻ ജസ്റ്റിസ് DK ജെയിൻ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങുകയാണ്. CB മാത്യൂസ്, KK ജോഷി, S വിജയൻ അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉടൻ തന്നെ നോട്ടീസ് അയക്കുകയും ചെയ്യും. കോടതിയുടെ തീരുമാനം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് നമ്പിനാരായണൻ പ്രതികരിച്ചത്.